ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്നലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ പൊളിറ്റിയെ സംബന്ധിച്ചിടത്തോളവും വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഡിസിഷനാണ് നമ്മളുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന്, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 200 ആൻഡ് 201. 200ഉം 201ഉം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളുകളാണ്? ഒരു ബില്ല് പ്രസിഡന്റിന്റെയോ ഗവർണറിന്റെയോ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ, പെർട്ടിക്കുലർലി ഗവർണറിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഗവർണർ അതിൽ എന്ത് നടപടി എടുക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു ടൈം ലിമിറ്റ് നമുക്കറിയാം. പലതരത്തിലുള്ള വീറ്റോ പവേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രസിഡന്റിന്റെ കേസിലാണെങ്കിലും ഗവർണേഴ്സിന്റെ കേസിലാണെങ്കിലും അബ്സല്യൂട്ട് വീറ്റോ, ദെൻ എന്താണ് പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീറ്റോ പവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് ഒരു ടൈം ഫ്രെയിം ഉണ്ടോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻഡെഫിനറ്റ്ലി ഒരു ബില്ലിന്റെ മുകളിൽ കയറി നമ്മളുടെ പ്രസിഡന്റിനോ ഗവർണർക്കോ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 143 പ്രകാരം എന്താണ് ആർട്ടിക്കിൾ 143 പറയുന്നത്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻസ് ഓഫ് ദ സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതി ചില സമയത്ത് ചിലർക്ക് അഡ്വൈസ് കൊടുക്കും. ആരാണ് ഈ ചിലര്? ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചില സമയത്ത് ചില ചോദ്യങ്ങൾ, അഡ്വൈസറി ചോദ്യങ്ങൾ ആരോട് ചോദിക്കും? സുപ്രീം കോടതിയോട് ചോദിക്കും. അതിന് ലോ ഓഫ് ഫാക്ട് ആണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളുടെ സുപ്രീം കോടതിക്ക് അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ആർട്ടിക്കിൾ 143 പ്രകാരം കഴിഞ്ഞ ഏപ്രിലാണെന്ന് തോന്നുന്നു, ഏപ്രിൽ അല്ല, ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിരുന്നു ഈ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. സോ ആ സമയത്ത് നമ്മളുടെ സുപ്രീം കോടതി ചോദിച്ച ഒരു 14 ചോദ്യങ്ങൾക്ക് നമ്മളുടെ സുപ്രീം കോടതി ഉത്തരം കൊടുത്തിരിക്കുകയാണ്. ആ ഉത്തരം കുറച്ച് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ ഇതാണ്, എന്താണ്, പ്രസിഡന്റിനും ഗവർണേഴ്സിനും അബ്സല്യൂട്ട് പവർ ഉണ്ട് ആർട്ടിക്കിൾ 200ന്റെ കാര്യത്തിൽ. ആർട്ടിക്കിൾ 361 പ്രകാരവും ഇവർക്ക് അബ്സല്യൂട്ട് പവർ ഉണ്ട്. ഡിസ്ക്രിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് പറഞ്ഞു? പ്രസിഡന്റിന് അബ്സല്യൂട്ട് പവർ ഉണ്ട്. ഡീംഡ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീംഡ് ടൈം ഫ്രെയിം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് കൂടിയിട്ട് ജുഡീഷ്യറി റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ഇത് മുന്നത്തെ ആർട്ടിക്കിളുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്താണ് സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ്? എവിടെ നിന്നായി ഈ വെർഡിക്റ്റ് തുടങ്ങുന്നത്? തമിഴ്നാട് ഗവൺമെന്റ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു വെസസ് ദ ഗവർണർ ഓഫ് തമിഴ്നാടു എന്ന് പറയുന്ന ഫേമസ് ആൻഡ് ദ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിലാണ്, ജഡ്ജ്മെന്റ് അല്ല കേസിലാണ് ഇതിന്റെ ഒരു ഉത്ഭവം വരുന്നത്. ദെൻ കേരള ഗവൺമെന്റ് അതിൽ കക്ഷി ചേർന്നു. വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള പല നോൺ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെ ഗവർണർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉള്ള സ്റ്റേറ്റുകൾ ഇതില് കക്ഷി ചേരുകയാണ് ഉണ്ടായത്. ഓക്കെ, ഈ അവസരത്തില് എന്താണ് ഇതിനു മുന്നേ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സുപ്രീം കോടതി പറഞ്ഞു, മക്കളെ ഗവർണർമാരെ, നിങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഒരു ബില്ലിന്റെ മുകളിൽ ഇരിക്കാനായിട്ട് പറ്റില്ല. മാക്സിമം 1 മാസം. ഒരു ബില്ല് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മാസമേ നിങ്ങൾക്ക് ബില്ലിന്റെ മുകളിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ അതിലൊരു ആക്ഷൻ എടുത്തിരിക്കണം. അപ്പോ ഗവർണർമാർ ചോദിച്ചു, അങ്ങനെ 1 മന്തിൽ ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നത് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോ ഇവര് പറഞ്ഞു ആർട്ടിക്കിൾ 200 പ്രകാരം. ആർട്ടിക്കിൾ 200 എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് ഗവർണറിന് കിട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെ ഗവർണറിന് ചെയ്യാം, അതാണ് ആർട്ടിക്കിൾ 200 പറയുന്നത്. ഹി ക്യാൻ അസെന്റ് ഓൺ ദ ബിൽ, എഴുതി ഒപ്പിട്ടിട്ട് അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വിത്ത് ഹോൾഡ് ഹിസ് അസെന്റ്, അബ്സല്യൂട്ട് വിറ്റോ പ്രകാരം വിത്ത് ഹോൾഡ് ചെയ്യാം. ദെൻ എന്താണ്? റീകൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചയക്കാം, സസ്പെൻസീവ് വീറ്റോ. റീകൺസിഡറേഷന് വേണ്ടിയിട്ട് പാർലമെന്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്ക് തിരിച്ചയക്കാം. ഇറ്റ് ഈസ് കോൾഡ് ദ സസ്പെൻസീവ് വീറ്റോ. ദെൻ 3 കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, 4മതൊരു കാര്യം കൂടി ചെയ്യാം. പ്രസിഡന്റിന്റെ റെഫറൻസിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് മാറ്റിവെക്കാം. ആർട്ടിക്കിൾ 201 പറയുന്നത് പ്രസിഡന്റിന്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല്
പ്രസിഡന്റിന് കിട്ടിക്കഴിഞ്ഞാൽ, ഗവർണർ പ്രസിഡന്റിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ബില്ലിന്മേൽ പ്രസിഡന്റിന് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? സോ ആർട്ടിക്കിൾ 200, ആർട്ടിക്കിൾ 201 ക്ലിയർ ആയല്ലോ. ഇതില് പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് പറയുന്നില്ല. അതാണ് ഇവിടത്തെ നമ്മളുടെ പ്രശ്നമായിട്ട് വരുന്നത്. സോ സുപ്രീം കോടതി പറഞ്ഞു ഒരു മാസമേ വെക്കാൻ പറ്റുള്ളൂ. തമിഴ്നാട് വെസസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വെസസ് ദ ഗവർണർ ഓഫ് തമിഴ്നാട് കേസ് സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, കേരളം അടക്കമുള്ള ഒരു കക്ഷി ചേർന്ന് കഴിഞ്ഞ ഒരു കേസ് ആയി കഴിഞ്ഞപ്പോൾ ടോട്ടൽ ഒരു വലിയ കേസായിട്ട് മാറി. അതില് ഒരു മാസം എന്ന് പറയുന്ന ഒരു ടൈം ലിമിറ്റ് ഇവര് വെച്ചു. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് അല്ലെങ്കിൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് പ്രകാരം ആർട്ടിക്കിൾ 143 പ്രകാരം എന്ത് ചെയ്യുന്നേ? പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒരു 14 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതായിരുന്നു ആ 14 ചോദ്യങ്ങൾ. ഓക്കെ, ഈ 14 ചോദ്യങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ സുപ്രീം കോടതി ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യ ചോദിച്ചിരിക്കുന്ന അഡ്വൈസറി ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന, സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന 14 ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതി തിരിച്ച് ഉത്തരം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ കഥ ഇതുവരെ മനസ്സിലായല്ലോ. ഇനിയാണ് ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇതൊക്കെ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ നമ്മളുടെ ഡിസ്കഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്കുകളായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. ഇനി കഥ എവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഈ 14 ക്വസ്റ്റ്യൻസിന് കോർട്ട് റെസ്പോൺസ് കൊടുത്തു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് അങ്ങനെ തന്നെ പ്രിലിംസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ? കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അതായത് ഈ ആർട്ടിക്കിൾ 200, 201 നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ചോദ്യം ഇതാണ്, അതായത് പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു: ഈസ് ദ ഗവർണർ ബൗണ്ട് ബൈ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ടെൻഡേർഡ് ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 200? ആർട്ടിക്കിൾ 200-ല് എന്താണ്? ഗവർണറിന്റെ പവറിന് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ടെൻഡേർഡ് ഉണ്ടോ? അതായത് ആർട്ടിക്കിൾ 200, അതായത് ഒരു ബില്ല് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഗവർണറിന്റെ മുന്നിലേക്ക് വന്നു ആർട്ടിക്കിൾ 200 പ്രകാരം, അതിൽ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഡിസ്ക്രിഷൻ ആണോ അല്ലെങ്കിൽ ഗവർണറിന്റെ ഡിസ്ക്രിഷൻ ആണോ? അതായത് ഒരു ബില്ലിന്മേൽ സൈൻ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്നത് കേൾക്കണമോ? എന്താണ് കോടതി ഉത്തരം കൊടുത്തിരിക്കുന്നത്? ഗവർണർ എൻജോയ്സ് ഡിസ്ക്രിഷൻ ആൻഡ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. നോർമലി ഒരു കാര്യത്തില് ഗവർണർ അധികാരം എടുക്കുന്ന എങ്ങനെയാണ്? അതായത് ഡിസിഷൻ എടുക്കുന്ന എങ്ങനെയാണ്? എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അല്ലാണ്ടുള്ള സമയങ്ങളുണ്ട് ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദ ഗവർണർ. ഗവർണറിനുള്ള ഡിസ്ക്രിഷണറി പവേഴ്സ്. ഈ ഡിസ്ക്രിഷണറി പവേഴ്സിന്റെ പരിധിയിൽ നമ്മളുടെ ബില്ലുകൾ സൈൻ ചെയ്യുന്നത്, ആർട്ടിക്കിൾ 200 പ്രകാരമുള്ള ബില്ലുകൾ സൈൻ ചെയ്യുന്നത് വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചോദ്യം ഉണ്ടായിരുന്നോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ. ഈ ചോദ്യം ഉണ്ടായിരുന്നോ? ഈസ് ദ ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻ അണ്ടർ ആർട്ടിക്കിൾ 200 ഈസ് ജസ്റ്റിസബിൾ? അതിന് മുന്നേ ഉള്ള ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഈസ് ഗവർണർ ബൗണ്ട് ബൈ ദ എയ്ഡ് ആൻഡ് കൗൺസിൽ ഓഫ് ദ മിനിസ്റ്റേഴ്സ് വൈൽ എക്സർസൈസിങ്? രണ്ടാമത്തെ ചോദ്യത്തിന് എന്താ ഉത്തരം കൊടുത്തേ? രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ഇല്ല. അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ അല്ല, അത് ഗവർണറിന്റെ ഡിസ്ക്രിഷൻ ആണ്. ഇത് അങ്ങനെ തന്നെ എടുത്ത് ഒരു പ്രിലിംസ് ക്വസ്റ്റൻ ആക്കിക്കൂടെ? ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കാം. ഗവർണർ ഡസ് നോട്ട് എൻജോയ് ദ ഡിസ്ക്രിഷൻ ആൻഡ് ഈസ് ബൗണ്ട് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ടെൻഡേർഡ് ബൈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ശരിയല്ല. ഗവർണറിന് വ്യക്തമായിട്ടുള്ള ഡിസ്ക്രിഷൻ ആർട്ടിക്കിൾ 200-ൽ ഉണ്ട്. നമ്മൾ നോർമൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എയ്ഡ് ആൻഡ് അഡ്വൈസിൽ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പൊ ബില്ല് തീരുമാനിക്കുന്നതിന് ഉത്തരവാദിത്വം ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കരുതുന്നുണ്ടോ? ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് തെറ്റാണ്. ഗവർണറിന് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മൾ ലക്ഷ്മികാന്ത് ഇത് അങ്ങനെ തന്നെ പഠിച്ചിട്ടില്ല. കാരണം എന്താ? പുതിയതാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ 14 എണ്ണത്തിൽ. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദ എക്സർസൈസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻ ബൈ ദ ഗവർണർ ആർ അണ്ടർ ആർട്ടിക്കിൾ 200 ജസ്റ്റീഷ്യബിൾ? അതായത് കോടതിക്ക് നിങ്ങൾ
ആർട്ടിക്കിൾ 200 പ്രകാരം എടുത്ത ഒരു ഉത്തരവാദിത്വം തെറ്റായി പോയി, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ റിവ്യൂ ചെയ്യാനായിട്ട് കോടതികൾക്ക് അധികാരമുണ്ടോ? ഒറ്റ ഉത്തരം, നോട്ട് ജസ്റ്റീഷ്യബിൾ. ഒറ്റ ഉത്തരം എന്താണ്? നോട്ട് ജസ്റ്റീഷ്യബിൾ. 200 പ്രകാരം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗവർണറിന്റെയും പ്രസിഡന്റിന്റെയും 201 പ്രകാരം പ്രസിഡന്റിന്റെയും ഡിസ്ക്രിഷണറി പവറിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അത് കോടതിയിൽ പോയിട്ട് ആരോടും ഉത്തരം പറയേണ്ട, കോടതിയിൽ ജസ്റ്റീഷ്യബിൾ അല്ല. സോ അതും ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ആവാനായിട്ടുള്ള സാധ്യതയില്ലേ? അതും ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ആർട്ടിക്കിൾ 361. ആർട്ടിക്കിൾ 361 പവർ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗവർണേഴ്സിനും പ്രസിഡന്റ്സിനും ഉള്ള ഇമ്മ്യൂണിറ്റീസ് ആണ്. അതായത് ഇവര് കോടതിയിലേക്ക് പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എന്താണ് അതായത് പ്രസിഡന്റ് എടുത്തിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളും ആരോടും ഉത്തരവാദിത്തം പറയേണ്ടതില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 361. സോ ഈസ് ആർട്ടിക്കിൾ 361 an absolute bar to judicial review in relation to the actions of the governor under ആർട്ടിക്കിൾ 200. ആർട്ടിക്കിൾ 200 പ്രകാരം എന്താണ്? ആർട്ടിക്കിൾ അബ്സല്യൂട്ട് ബാർ ടു ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂവിനെ അബ്സല്യൂട്ട്ലി ബാർ ചെയ്യുകയാണോ, അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി എലിമിനേറ്റ് ചെയ്യുകയാണോ ആർട്ടിക്കിൾ 361? നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞു നോക്കി, എന്തായിരിക്കും? അബ്സല്യൂട്ട്ലി ജുഡീഷ്യൽ റിവ്യൂവിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് കോമൺ സെൻസ് വെച്ചിട്ട് പറ്റുമോ? അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് അല്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഒരു ലോജിക്കലി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈസ് ആർട്ടിക്കിൾ 361 ആൻഡ് അബ്സല്യൂട്ട് ബാർ ടു ജുഡീഷ്യൽ റിവ്യൂ? ലോജിക്കലി ചിന്തിക്കുമ്പോൾ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് ഒരു ടേം ആകാനായിട്ട് സാധ്യതയില്ല. പക്ഷേ കോടതി പറഞ്ഞിരിക്കുകയാണ് ഇറ്റ്സ് അബ്സല്യൂട്ട്. അതായത് പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ആണ്. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ കോടതികളിലേക്ക് ഉത്തരം പറയേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ അവർ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആക്കിയത്. ഫണ്ടമെന്റൽ റൈറ്റിൽ നമ്മൾ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 14 എക്സംഷൻ പറയുമ്പോൾ ഈ ആർട്ടിക്കിൾ 361 പറയുന്നുണ്ട്. അവിടെ എന്താണ്? അവിടെ നമ്മളുടെ പ്രസിഡന്റും ഗവർണറും ചെയ്തിട്ടുള്ള, പെർട്ടിക്കുലർലി പ്രസിഡന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താണ്, ഒരു കോടതിയിലും ഉത്തരം പറയേണ്ട ആവശ്യകതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സിവിൽ കേസുകളാണ്, ക്രിമിനൽ കേസുകളാണ്, അങ്ങനെയുള്ള ഒരു ഡിഫറൻസിയേഷൻസ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുകയാണ് പെർട്ടിക്കുലർലി ആർട്ടിക്കിൾ 200 സംബന്ധിച്ചിടത്തോളം, ആർട്ടിക്കിൾ 200 സംബന്ധിച്ച് നമ്മളുടെ ഗവർണർ എടുത്തിട്ടുള്ള ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് എടുത്തിട്ടുള്ള പോയിന്റ് ആർട്ടിക്കിൾ 201 പ്രകാരം, ഇത് ആർട്ടിക്കിൾ 361 അബ്സല്യൂട്ട് ബാർ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ജുഡീഷ്യൽ റിവ്യൂവിനെ എലിമിനേറ്റ് ചെയ്യുന്ന പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷേ കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത് അബ്സല്യൂട്ട് ആണ്, അത് അവരുടെ പവറാണ്. പിന്നെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു, എന്താണ്? ഡിസന്റ്, ഡീംഡ് ഡിസന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീംഡ് ടൈം ഫ്രെയിം എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ ഇവര് കോടതി മുന്നേ പറഞ്ഞൊരു 1 മാസം എന്ന് പറയുന്ന ഒരു ടൈം ലൈനിൽ നിന്ന് ഇവര് പുറകോട്ട് പോവുകയാണോ ചെയ്തത്? തീർച്ചയായിട്ടും ഇവര് പുറകോട്ട് പോവുകയാണ് ചെയ്തത് എന്ന് നമുക്ക് തോന്നാം. കാരണം എന്താ? പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോടതികൾ എപ്പോഴാണ് ഇടപെടാൻ തുടങ്ങുന്നത്? കോടതികൾ ഇടപെടാൻ തുടങ്ങുന്നത് നിയമം ആയി കഴിയുമ്പോഴാണ്, അല്ലെ? ഒരു കാര്യം ആർട്ടിക്കിൾ 11 ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ടോട്ടലി പറയുന്നത് എന്താണ്? എനി ലോ ദാറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതെങ്കിലും ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് വരികയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷനുകൾക്ക് എതിരായിട്ട് വരികയാണ്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? കസ്റ്റംസ് വരും, ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ വരും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻകോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരികയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷന്റെ നിയമങ്ങൾക്ക് എതിരായിട്ട് വരികയാണെങ്കിൽ, ആ സന്ദർഭങ്ങളിലാണ് എന്ത്? കോടതി സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. ഓക്കെ, ആ സന്ദർഭങ്ങളിലാണ് കോടതി സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. അല്ലാത്തൊരു സന്ദർഭങ്ങളിൽ കൂടിയിട്ട് കോടതി സ്റ്റെപ്പ് ഇൻ ചെയ്യും. എപ്പോഴാണ്? നാച്ചുറൽ ജസ്റ്റിസ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 142 പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 142 പ്രകാരം എന്ത് ചെയ്യാം? കോടതിക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ക്യാൻ ദ എക്സർസൈസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ്
and the orders of the president or governor be substituted in any manner under ആർട്ടിക്കിൾ 142. സോ കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടിയിട്ട് കോടതിക്ക് ഇതിൽ നിന്ന്, അതായത് ഗവർണറിനെയും പ്രസിഡന്റിനെയും അധികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മുകളിലൂടെ ആർട്ടിക്കിൾ 142 പ്രഖ്യാപിക്കാൻ പറ്റുമോ? അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ആര് കൊടുത്തിട്ടില്ല? നമ്മളുടെ ഇവര് കൊടുത്തിട്ടില്ല, സുപ്രീം കോടതി കൊടുത്തിട്ടില്ല. സോ ഇനി ഒരു വിധി വരിക എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് തമിഴ്നാട് കേസിൽ ഒരു വിധി വരിക എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണണം. പക്ഷേ ഇപ്പൊ കറന്റ്ലി ഉള്ളൊരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിയമമായിട്ട് തന്നെ തുടരും. അതായത് ഒരു നിയമം നിർമ്മിക്കുകയാണ്, ആ നിയമത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ നിയമത്തിന്റെ അൺകോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക? കോടതികൾക്ക് എടുത്തിട്ട് തിരുത്തുവാൻ പറ്റുക. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റിനും ഗവർണേഴ്സിനും കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. ആ പവേഴ്സിനെ മാറ്റാനായിട്ട് നമുക്ക് അധികാരമില്ല. അത് സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ ലംഘിക്കുന്നതാണ്. കോടതി ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന കാര്യം സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ ലംഘിക്കുന്ന ഒന്നായിട്ട് മാറ്റാൻ കോടതി ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉള്ളൂ. എന്ത് ചെയ്യണം? ഇത് മാറ്റണമെങ്കിൽ നിങ്ങൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ എംപിമാര് സഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. സഭയിൽ ചർച്ച ചെയ്തിട്ട് പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിൽ പറ്റില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റണമെങ്കിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യും. പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് സ്പെഷ്യൽ മെജോറിറ്റി ഒരു നിയമം പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യണം? പ്രസിഡന്റിന്റെ അസന്റിന് വെക്കട്ടെ. എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു നിയമം ഉണ്ടാകുന്നതിന് മുൻപേ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വെച്ചുകൊണ്ട് പാർലമെന്റിന് അധികാരം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ ജുഡീഷ്യൽ ബോഡി കൈ കടത്തിയിട്ട് അവരുടെ അധികാരം കാണിക്കേണ്ടതില്ല എന്നാണ് ഇന്നലത്തെ ഈ ഒരു കേസിന്റെ ഇംപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് ജഡ്ജ്മെന്റിൽ ഇത് മാറുമെന്ന് അറിയില്ല. ഈ ഒരു ഒരു ഫൈനൽ വേർഡിക്റ്റ് വരുമ്പോൾ ഇത് മാറുമെന്ന് അറിയില്ല. അപ്പൊ നമ്മളതൊന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 2 ചോദ്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. വിത്ത് റെഫറൻസ് ടു ദ jurisdictions of the Supreme Court, consider the following statement. Jurisdictions of the Supreme Court, consider the following statement. The President of India can refer any question of law or fact of public importance to the Supreme Court for advice. The President of India can refer any question of law or fact of public importance to the Supreme Court for advice. ശരിയല്ലേ? ആർട്ടിക്കിൾ 143 പ്രകാരം. Second statement, the opinion expressed by the Supreme Court is binding on the President. ആണോ? അല്ല, ബൈൻഡിങ് അല്ല, അഡ്വൈസറി ഇൻ നേച്ചർ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ 143 നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ശരിയാക്കി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, in which of the following matters can the governor exercise his or her constitutional discretion? Constitutional discretion ഏതൊക്കെ മാറ്ററുകളിലാണ് ഗവർണർ അപ്ലൈ ചെയ്യുന്നത്? dissolution of state legislative assembly if council of ministers has lost its majority. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെജോറിറ്റി ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിൽ സഭയെ പിരിച്ചുവിടുക, അത് ഡിസ്ക്രിഷൻ ആണോ? ഡിസ്ക്രിഷൻ ആണ്. റെക്കമെൻഡേഷൻസ് ഫോർ ദ ഇംപോസിഷൻ ഓഫ് പ്രസിഡന്റ് റൂൾ, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആ ഒരു സ്റ്റേറ്റിൽ തകർന്നു എന്ന് പ്രസിഡന്റിന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കൂടി ആലോചിച്ചിട്ടാണോ പ്രസിഡന്റ് റൂളിന് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്? അല്ല, ഡിസ്ക്രിഷൻ ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് വെൻ നോ പാർട്ടി ഹാസ് എ ക്ലിയർ കട്ട് മെജോറിറ്റി, ഒരു ക്ലിയർ കട്ട് മെജോറിറ്റി ഇല്ലാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യും? ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതും ഡിസ്ക്രിഷൻ തന്നെയാണ്. അവിടെ ചോദിക്കാൻ ആരുമില്ല, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇല്ല. സോ ഇറ്റ് വിൽ ഓൾസോ ബി ഡിസ്ക്രിഷൻ. Seeking information from the chief ministers with regard to the administrative matters of the state.
സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ എന്ത് ചെയ്യുകയാണ്, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയാണ്. സോ അതും ഇതാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണ്, ആർട്ടിക്കിൾ 200 ഇന്നത്തെ ചോദ്യം പ്രകാരം ആർട്ടിക്കിൾ 200 ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതും ഡിസ്ക്രിഷണറി ആകുമോ, അതും ഡിസ്ക്രിഷണറി ആകും. സോ ആ ഒരു കാര്യം കൂടിയിട്ട് ആ ഒരു ചോദ്യത്തിൽ ആഡ് ചെയ്യുക. സോ അത് അങ്ങനെ തന്നെ ചോദിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ വരുന്ന എക്സാമിൽ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ മണി ബിൽ ഇൻ ദ പാർലമെന്റ്? ആർട്ടിക്കിൾ 200 ഈ 4 കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത് നോർമൽ ഓർഡിനറി ബില്ലിന്റെ കേസുകളിലാണ്. പക്ഷേ മണി ബില്ലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണി ബില്ലിന്റെ കേസുകളിൽ ഇത് നേരെ തിരിയും. കാരണം എന്താണ്, ഗവർണറാണ് മണി ബില്ല് സർട്ടിഫൈ ചെയ്യുന്നത്. ഗവർണർ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചയക്കാനായിട്ട് റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് തിരിച്ചയക്കാനായിട്ട് പറ്റുമൊന്നുമില്ല. ഒന്ന് ഒപ്പിട്ട് പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സസ്പെൻസീവ് വിറ്റോ എന്ന് പറയുന്ന ഒരു കാര്യം മണി ബില്ലിന്റെ കയ്യിലില്ല. നോർമലി അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്താണ്, അവരുടെ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട്, അതായത് അവര് സൈൻ ചെയ്യാണ്ട് പ്രയർ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് നമ്മളുടെ മണി ബില്ലുകൾ മുന്നോട്ടേക്ക് വരാറില്ല. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സർട്ടിഫൈസ് എ ബിൽ ആസ് എ മണി ബിൽ. ശരിയാണ്. എ മിനിസ്റ്റർ ഹു ഈസ് എ മെമ്പർ ഓഫ് ദ രാജ്യസഭ കനോട്ട് ഇൻട്രൊഡ്യൂസ് ദ മണി ബിൽ ഇൻ ദ പാർലമെന്റ്. അതും ശരിയാണ്. പാർലമെന്റിലെ രാജ്യസഭയ്ക്ക് വലിയ അധികാരങ്ങളില്ല മണി ബില്ലിന്റെ കാര്യത്തിൽ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. The president can withhold his assent to the money bill, but cannot return it for reconsideration of the House. അതും ശരിയാണ്. All financial bills are money bills, but all money bills are not financial bills. Which of the following statement is correct about the money bill in the parliament? Correct ആണ്. ഏതാ ചോദിച്ചിരിക്കുന്നത്? നോട്ട് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ മണി ബില്ലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞപ്പോൾ നോട്ട് കറക്റ്റ് ആണോ എന്നുള്ളതും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ സംതിങ് മിസ്റ്റേക്ക്. സോ ഈ ക്വസ്റ്റ്യൻ ലീവ് ചെയ്തേക്കുക. എന്താണ് മണി ബില്ലിനെ കുറിച്ചെന്നുള്ളത് മനസ്സിലായല്ലോ. സോ ആ ഒരു കാര്യം കൂടി, ഈ ആർട്ടിക്കിൾ 200, 201 പറയുന്നത് ഓർഡിനറി ബില്ലിന്റെ കേസുകളിലാണ്. മണി ബില്ലിന്റെ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിയും. മണി ബില്ലിന് ഗവർണറിന് അത്രമേൽ അധികാരങ്ങളില്ല കമ്പയർ ടു ആർട്ടിക്കിൾ 200 ആൻഡ് 201. സോ ആ ഒരു കാര്യം കൂടിയിട്ട് മനസ്സിലാക്കുക. ദെൻ ഇങ്ങനെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് തപ്പി പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് കിട്ടി. ഗവർണറിന്റെ ഓത്തുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഗവർണറുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ട്. ഗവർണർ സത്യപ്രതിജ്ഞ എടുത്തിട്ടാണോ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിതനാകുന്നത്? തീർച്ചയായിട്ടും അതെ. സോ ഗവർണർ ഹാസ് ടു ടേക്ക് ഓത്ത് ഓർ അഫിർമേഷൻ ബിഫോർ എന്ററിങ് ഹിസ് ഓഫീസ്. ഓഫീസിൽ എന്റർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? സത്യപ്രതിജ്ഞ എടുത്തിരിക്കണം. അത് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ആ സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the third schedule of the constitution contains the format of oath or affirmation. നോർമലി നമ്മൾ അത് വായിച്ചു കഴിയുമ്പോൾ തേർഡ് ഷെഡ്യൂൾ എല്ലാവരുടെയും ഇത് പറയാറുണ്ട്. ആരുടെയൊക്കെ? പ്രസിഡന്റിന്റെ പറയാറുണ്ട്, മിനിസ്റ്റേഴ്സിന്റെ പറയാറുണ്ട്, ദെൻ കാൻഡിഡേറ്റ്സിന്റെ പറയാറുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുടെ ഓത്ത് ആൻഡ് അഫർമേഷൻസ് പറയാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണറിന്റെ ഓത്ത് ആൻഡ് അഫർമേഷൻ ഷെഡ്യൂൾഡ് 3 പ്രകാരം പറഞ്ഞിട്ടില്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ വരെ എന്തുണ്ട്? ഓത്ത് ആൻഡ് അഫർമേഷൻസ് നമ്മളുടെ ഷെഡ്യൂൾ 3 പറയുന്നുണ്ട്. പക്ഷേ ഷെഡ്യൂൾ 3 പ്രകാരം ഗവർണറിന്റെ ഓത്ത് ആൻഡ് അഫർമേഷൻസ് പറഞ്ഞിട്ടില്ല. അത് പെർട്ടിക്കുലർലി ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 159 പ്രകാരമാണ്. ഇഫ് ഐ ആം നോട്ട് റോങ്, ദിസ് ആർട്ടിക്കിൾ 159 പ്രകാരമാണ് ഗവർണറിന്റെ എന്ത് ഓത്ത് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണം. അതായത് ഒരു മൊത്തം ഒരു ഫ്രെയിം വർക്ക് ഒന്നും തന്നിട്ടില്ല. ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഗവർണറിന്റെ ഓത്ത് ആൻഡ് അഫർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നോർമലി സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഷെഡ്യൂൾ 3 എല്ലാവരുടെ പേരൊന്നും പഠിക്കില്ല. മേജർ ആയിട്ടുള്ള എന്താണെന്ന് അവർ ഇംപ്ലിക്കേഷൻസ് ചെയ്ത് വെക്കും. അപ്പോ തെറ്റാനായിട്ട് സാധ്യത ഉള്ളൊരു പൊസിഷനാണ് ഗവർണർ. ഗവർണർ ഷെഡ്യൂൾഡ് 3 പൊസിഷനിൽ ഇല്ല എന്ന് മനസ്സിലാക്കി. അതായത് ഷെഡ്യൂൾഡ് 3 ആരുടെയൊക്കെയാണോ ഓത്ത് ആൻഡ് അഫർമേഷൻസ് ഉള്ളത് അതിൽ ഷെഡ്യൂൾഡ് 3 കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ മിനിസ്റ്റേഴ്സ്,
മിനിസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഷെഡ്യൂൾഡ് 3 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സത്യപ്രതിജ്ഞാ വാചകം എടുത്തിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ വാചകം ഷെഡ്യൂൾഡ് 3 ഗവർണറിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ആർട്ടിക്കിൾ ഫസ്റ്റ് പേജിൽ വന്നിരിക്കുന്ന എന്താണ്? ഗഡ്കയുമായി ബന്ധപ്പെട്ടാണ്. ഗഡ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാർഷ്യൽ ആർട്ട്. അവിടെ ഒരു പത്രത്തിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഞാൻ ആ ഒരു പടം ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. സോ എന്താണ് ഗഡ്ക? അതായത് നമ്മളുടെ സിഖുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാർഷ്യൽ ആർട്ടാണ് ഈ ഗഡ്ക. സോ ഈ ഗഡ്കയും അതുമായി ബന്ധപ്പെട്ട് ഗഡ്ക കളിക്കുന്നത് നമ്മുടെ ഗുരു തേജ് ബഹദൂർ, 9ാമത്തെ സിഖ് ഗുരുവായിട്ടുള്ള ഗുരു തേജ് ബഹദൂറിന്റെ 350ാം ദിവസം ആചരിക്കുകയാണ്. സോ ആ ഇതുമായി ബന്ധപ്പെട്ട്, സോ ആ ഒരു കമ്മ്യൂണറേഷൻ ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഗഡ്ക എന്ന് പറയുന്ന മാർഷ്യൽ ആർട്ട്, സിഖുകാരുടെ മാർഷ്യൽ ആർട്ട് അവിടെ അരങ്ങേറുന്നത്. സോ സിഖുകാരുടെ ഒരു മാർഷ്യൽ ആർട്ടാണ് ഈ ഗഡ്ക എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അഡീഷണലി എന്ത് മനസ്സിലാക്കുക? ഗുരു ഹർഗോബിന്ദ്, അതായത് സിഖുകാരുടെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. 1500 കാലഘട്ടങ്ങളിലാണ് സിഖിസം ഇന്ത്യയിൽ ഉത്ഭവിക്കുന്നത്. ഓക്കെ, 1500 കാലഘട്ടങ്ങളിലാണ്. അതിനുശേഷം 10 സിഖ് ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്. 1500 മുതൽ ഡിഫറന്റ് കാലഘട്ടങ്ങളിൽ വരെ എന്ത് വന്നിട്ടുണ്ട്? 10 സിഖ് ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്. സോ ഗുരു നാനക്കിൽ തുടങ്ങി എന്താണ് ഗുരു തേജ് ബഹദൂറിന് ശേഷം ഒരു ഗുരു കൂടി ഉണ്ടല്ലോ, ഗുരു ഗോബിന്ദ് സിംഗ്. അതായത് 10ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗില് സിഖ് ഗുരുവിന്റെ ഹിസ്റ്ററി അവസാനിക്കുകയാണ്. ഓക്കെ, ഗുരു ഗോബിന്ദ് സിംഗ് മരിച്ചു കഴിയുന്നു, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുൻപ് നെക്സ്റ്റ് ഗുരുവിനെ ഇത് ചെയ്യണം. അതായത് നെക്സ്റ്റ് ഗുരുവിനെ എന്താണ് ആരാണെന്ന് പറഞ്ഞു വെക്കണം. സോ ഗുരു ഗോബിന്ദ് സിംഗ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇനി ഒരു നെക്സ്റ്റ് ഗുരു ഇല്ല, ഗുരു എന്നിലൂടെ അവസാനിച്ചു. പകരം ഇനി നിങ്ങൾക്ക് ആദി ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഗുരുവാണുള്ളത്. സോ വെന്നെവർ യു കെയിം അക്രോസ് വിത്ത് എ ഡൈലമ, നിങ്ങൾ സിക്കിസത്തിലെ ഒരു ഡൈലമ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനപ്രയാസം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഗുരുവിലേക്ക് ഓടിപ്പോകേണ്ട, ഗുരുവിനെ കണ്ടുപിടിക്കേണ്ട. പകരം എന്ത് ചെയ്യണം? പകരം നിങ്ങൾ നമ്മളുടെ ഗ്രന്ഥമായിട്ടുള്ള ആദി ഗ്രന്ഥ് സാഹിബിലേക്ക് തിരിച്ചു പോകണം. അതാണ് ഇനി മുതൽ നമ്മളുടെ ഗുരു. അങ്ങനെ 11ാമത്തെ ഗുരുവായിട്ട് ആദി ഗ്രന്ഥ് സാഹിബിനെ, ആ ഒരു ബുക്കിനെ അവർക്ക് കൊടുത്തു. ആര്? ഗുരു ഗോബിന്ദ് സിംഗ്. സോ എത്ര ഗുരുക്കന്മാരാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ഗുരുക്കന്മാർ. പക്ഷെ ഗുരുവായിട്ട്, മനുഷ്യരായിട്ടുള്ള ഗുരു എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അവസാനത്തെ ഗുരുവാണ് ഗുരു ഗോബിന്ദ് സിംഗ്. ഗുരു നാനക്കിൽ തുടങ്ങി ഗുരു ഗോബിന്ദ് സിംഗില് അവസാനിക്കുന്നു. ഇതില് 9ാമത്തെ ഗുരുവാണ് നമ്മളുടെ ആര്? ഗുരു തേജ് ബഹദൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ 350ാമത്തെ ദിവസമാണ്, വർഷമാണ് നമ്മൾ ഇവിടെ ഈ നവംബർ 24-ന്, ഇന്നല്ല നവംബർ 24-ന് ആഘോഷിക്കുന്നത്. ഓക്കെ, വലിയ എന്താണ് ആഘോഷങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഹിന്ദുവിന്റെ ഫസ്റ്റ് പേജുകൾ വരുന്നത് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പരസ്യമാണ്. ഓക്കെ, സോ അത്രയും വലിയ ആഘോഷങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു ഹിസ്റ്ററി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തയാഗ് മാൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ ബർത്ത് നെയിം ഒക്കെ ഉണ്ടായിരുന്നത്. ദെൻ ഗുരു തേജ് ബഹദൂർ എന്നറിയപ്പെട്ടു. ഓക്കെ, ഇദ്ദേഹം ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരുവാണ്. ആരാണ്? ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരുവാണ്. സോ ആനന്ദപൂർ സാഹിബ് എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സിറ്റി ഇദ്ദേഹം പണിയുന്നുണ്ട് സത്ലജ് റിവറിനോട് ചേർന്നിട്ട്. ദെൻ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനുകൾ മേജർ പറഞ്ഞാൽ ഈ ആനന്ദപൂർ സാഹിബ് സിറ്റിയാണ്. ദെൻ രണ്ടാമെന്ന് പറഞ്ഞാൽ ഗുരു ഗ്രന്ഥ് സാഹിബിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, ആരാണ് ഈ ഗുരു ഗ്രന്ഥ് സാഹിബ് അല്ലെങ്കിൽ ആദി ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ഗുരു? ഗുരു അർജൻ സിംഗ് ആണ്. ഓക്കെ, ഗുരു അർജൻ സിംഗ്. സോ അർജൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ഈ ആദി ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്ന ബുക്ക് കമ്പൈൽ ചെയ്തത്. അദ്ദേഹം തന്നെയാണ് നമ്മളുടെ ഗോൾഡൻ സിറ്റിയുടെ, നമ്മളുടെ ഗോൾഡൻ സിറ്റി അല്ല, ഗോൾഡൻ ടെമ്പിളിന്റെ പണി പൂർത്തീകരിച്ചത്. ഓക്കെ, പണി തുടങ്ങിയത് അതിന് മുന്നത്തെ സിഖ് ഗുരുവായിരുന്നു. ദെൻ അത് പൂർത്തീകരിച്ചത് ആരാണ്? ഗുരു അർജൻ സിംഗ് ആണ്. ഓക്കെ, സോ അദ്ദേഹമാണ് ആദി ഗ്രന്ഥ സാഹിബ്
എന്ത് ചെയ്തത്, കമ്പൈൽ ചെയ്തത്. ഓക്കെ, സോ ഈ തേജ് ബഹദൂർ എന്താണ് ചെയ്തത്? അനന്തപൂർ സാഹിബ് എന്ന് പറയുന്ന ഒരു സിറ്റി ബിൽഡ് ചെയ്തു, സത്ലജ് റിവറിനോട് ചേർന്നിട്ട് ഒരു സിറ്റി ബിൽഡ് ചെയ്തു. ദെൻ എന്താണ്, ഈ ആദി ഗ്രന്ഥ് സാഹിബില് ബാക്കി വന്നിട്ടുള്ള സിഖ് ഗുരുകളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്തെങ്കിലും കഥകളോ അല്ലെങ്കിൽ പോയംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിനോട് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. സോ ഈ സിഖ് ഗുരു തേജ് ബഹദൂറും എന്ത് ചെയ്തിട്ടുണ്ട്, അതിനോട് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ഔറംഗസീബിന്റെ കാലഘട്ടങ്ങളിലാണ്. സോ കണ്ടംപററി ആരായിരുന്നു? ഔറംഗസേബ് ആയിരുന്നു. ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ വധിക്കുന്നത്. സോ അത് പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ പല ഗവൺമെന്റുകൾക്കും എന്ത് ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് അത് പിന്നെയും മാറിയിട്ടുണ്ട്. സോ അവരുടെ ഒരു റൈവലറി കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഗദ്ക എന്ന് പറയുന്ന മാർഷ്യൽ ആർട്സിനെ കുറിച്ച് കൂടിയിട്ട് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് പെർട്ടിക്കുലർലി ഇപ്പോ കൃപാൺ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. എന്താണ് കൃപാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിഖുകാര് അവരുടെ അരയിൽ കൊണ്ടു നടക്കുന്ന ചെറിയൊരു കത്തിയാണ് ഈ കൃപാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവരുടെ എന്താണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ്. സോ ഈ കൃപാൺ എന്താക്കിയത്, കൃപാൺ നിർബന്ധമാക്കിയത് ഗുരു ഹർഗോബിന്ദ് എന്ന് പറയുന്ന ഗുരുവാണ്. ഓക്കെ, ഗുരു ഹർഗോബിന്ദ് നമ്മളുടെ ഗുരു തേജ് ബഹദൂറിന്റെ, അതായത് 9ാമത്തെ സിഖ് ഗുരുവിന്റെ ഫാദർ ആയിരുന്നു ഗുരു നമ്മളുടെ ഗുരു ഹർഗോബിന്ദ് എന്ന് പറയുന്നത്. ദെൻ 10ാമത്തെ ഗുരുവാണ് എന്താണ് നമ്മളുടെ ഈ എല്ലാവർക്കും, അതായത് ഖൽസ എന്ന് പറയുന്ന ഒരു ക്ലാനിനെ, അതായത് യുദ്ധം ചെയ്യാനായിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിലിറ്ററിയെ, അവരുടെ ആയുധങ്ങളെ ഇതെല്ലാം എന്താക്കിയിട്ട് സെൽഫ് ഡിഫൻസിന് യൂസ് ചെയ്യാനായിട്ട് കമ്പൽസറി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ ഗുരു 10th ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ 10 ഗുരുക്കന്മാർ എന്താണ് ചെയ്തത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് നോക്കുക. ഓക്കെ, ആദി ഗ്രന്ഥ് സാഹിബ് ആരാണ് ക്രിയേറ്റ് ചെയ്തത്, ഗുർമുഖി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ആരാണ് ഇത് ചെയ്തത്, സെക്കൻഡ് ഗുരുവാണ്. ദെൻ ഓരോ ഗുരുവിന്റെയും കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു, അവരുടെ ഒരു കാലപരിധി ഏതായിരുന്നു, അവരുടെ ഒരു കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ ഗുരു നാനക് ചന്ദ് എന്ന് പറഞ്ഞാൽ ബാബറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഗുരു വരുന്നത് നമ്മുടെ അക്ബറിന്റെ കാലഘട്ടത്തിൽ. അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഗുരുവും കണക്ട് ചെയ്യുന്നു. അവസാനത്തെ ഗുരു എന്നൊക്കെ പറയുമ്പോൾ 1600-650 കാലഘട്ടങ്ങളിലൊക്കെയാണ് അവരുണ്ടായിരുന്നത്. ഔറംഗസീബിന്റെ കാലഘട്ടങ്ങളിലൊക്കെയാണ് അവര് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഓപ്പൺ എഡിറ്റോറിയൽ. ഹിന്ദുവിലെ ഓപ്പൺ എഡിറ്റോറിയൽ. ഇന്ന് വേൾഡ് ഫിഷറീസ് ഡേ ആണ്. അപ്പോ ഫിഷറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ് വന്നിരിക്കുന്നത്. ഇത് ഗംഭീരമായിട്ടുള്ള ഒരു ന്യൂസ് എഡിറ്റോറിയൽ ആണ്. കാരണം എന്താണ്, നിങ്ങൾക്ക് മറൈനുമായി ബന്ധപ്പെട്ട്, മറൈൻ എക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ മെയിൻസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസിനപ്പുറം നിങ്ങൾ ഒരു ഡാറ്റ പോലും കോട്ട് ചെയ്യണ്ട. ഇന്നത്തെ ന്യൂസിൽ കൊടുത്തിരിക്കുന്നതിന് അപ്പുറം ഒരു ഡാറ്റ പോലും കോട്ട് ചെയ്യണ്ട. ഓക്കെ, സോ ആ ഒരു സ്ട്രക്ചറിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോ ഫസ്റ്റ് എന്റെ ചോദ്യം, ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഫസ്റ്റ് എന്റെ ചോദ്യം, ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകൾ കടൽ തീരത്ത് കിടക്കുന്നുണ്ട്, അതായത് കടൽ തീരം കണക്ട് ചെയ്യുന്ന കടൽ ഉള്ള സംസ്ഥാനങ്ങൾ എത്രയാണ്? എണ്ണിക്കോ, മുകളിൽ നിന്ന് എണ്ണിക്കോ. എവിടെയാണ്? ഗുജറാത്ത് തീരം, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. അതിനപ്പുറത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയില് എന്തുള്ളത്, ഇന്ത്യയിലെ കടൽ തീരവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, കേരളത്തില് എത്ര ജില്ലകള് കടൽ തീരമുള്ള ജില്ലകളുണ്ട്? അതിനും ഒരേ ഉത്തരം തന്നെയാണ്, 9 ജില്ലകൾക്കാണ്. സോ കേരളത്തിലെ 9 ജില്ലകളും ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളും കടൽ തീരവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഇന്ത്യയില് 2ാമത്തെ ലാർജസ്റ്റ് അക്വാകൾച്ചർ പ്രൊഡ്യൂസർ ആണ്. അതായത് ഇന്ത്യ 9 സംസ്ഥാനങ്ങളിൽ മത്സ്യസമ്പത്തുള്ള അല്ലെങ്കിൽ തീരം മേഖലയുള്ള രാജ്യമാണ് എങ്കിലും 2ാമത്തെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ പക്ഷെ എക്സ്പോർട്ടർ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യ ഫസ്റ്റ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഒന്നും അല്ല. ഓക്കെ, ഇന്ത്യയുടെ എക്സ്പോർട്ടിങ് പ്രൊഡക്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 6ാമതോ 7ാമതോ ഒക്കെ ആയിട്ടാണ് നമ്മളുടെ മറൈൻ ഫിഷറീസ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മറൈൻ പ്രൊഡക്ട്സുകൾ വരുന്നത്. ഓക്കെ, അറൌണ്ട്
എന്താണ് 10.2 മില്യൺ ടൺസിന്റെ പ്രൊഡക്ഷൻസ്, അക്വാകൾച്ചർ പ്രൊഡക്ഷൻസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. സോ അതുകൊണ്ട് ഇന്ത്യൻ ഫിഷറീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ എക്കോളജിക്കലി ഫ്രഗൈൽ കൂടിയാണ്. സോ പ്രൊഡക്ഷനെയും നമ്മൾ കൊണ്ടുപോകണം, എക്കോളജിയെയും നമ്മൾ കൊണ്ടുപോകണം. ഈ രണ്ട് ആസ്പെക്റ്റുകളും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. അതിന് ഇന്ത്യയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നോഡൽ ഏജൻസികളുണ്ട്. ഏതൊക്കെയാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, എംപെഡ പെർട്ടിക്കുലർലി എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ്, കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി. സോ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിന്റെ അണ്ടറിലായിരിക്കുമല്ലോ വരുന്നത്. സോ അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. സോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഉണ്ട്, എംപെഡ ഉണ്ട്, ദെൻ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട്, കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി. ദെൻ മറൈനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ആദ്യം കോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ആദ്യം കോട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി എന്താണ്? മത്സ്യ സമ്പാദ്യ യോജന. എന്താണ്? പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ്യ യോജന. സമ്പാദ്യയാണോ സമ്പാദ്യയാണോ എന്നറിയില്ല, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് സമ്പാദ്യ യോജന എന്നുള്ളതാണ്. സോ പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ്യ യോജന എന്നാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? 2020 കാലഘട്ടങ്ങളിലാണ്. ഒരു 5 വർഷത്തെ പ്രൊജക്റ്റ് ആയിട്ടാണ് ഈ പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ്യ യോജന ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ 2015 മുതലാണ് നമ്മളുടെ ഈ ബ്ലൂ എക്കോണമിയെ, നമ്മളുടെ കടലുമായി ബന്ധപ്പെട്ട എക്കോണമിയെ നമ്മൾ ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കുന്നത്. സോ ഒരു ബ്ലൂ റെവല്യൂഷൻ സ്കീം 2015 നമ്മൾ ആരംഭിച്ചു. ദെൻ 2017-18 കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ നാഷണൽ മറൈൻ ഫിഷറീസ് പോളിസി നമ്മൾ ലോഞ്ച് ചെയ്തു. ഓക്കെ, 2015 നമ്മൾ ബ്ലൂ എക്കോണമിയെ നമ്മളൊന്ന് എന്താണ് നമ്മൾ ഈ ഒരു ബ്ലൂ എക്കോണമിയെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചത്. അതിനുശേഷം 2017-18 കാലഘട്ടങ്ങളിൽ നമ്മൾ നാഷണൽ മറൈൻ ഫിഷറീസ് പോളിസീസ് ലോഞ്ച് ചെയ്തു. ദെൻ 2020 കാലഘട്ടങ്ങളിലാണ് എന്ത് ചെയ്തേ? 2020 കാലഘട്ടങ്ങളിൽ നമ്മൾ മത്സ്യ സമ്പാദ്യ യോജന എന്ന് പറയുന്ന സ്കീം സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് നമ്മളുടെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡാണ് അതിന്റെ നോഡൽ ഏജൻസി. ഇത് പ്രകാരം വുമൺസിനെ ഹെൽപ്പ് ചെയ്യുക, ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യുക, വുമൺസിന് ഇതുവഴി വരുമാനം ഉണ്ടാക്കി കൊടുക്കുക, ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യുക, സസ്റ്റൈനബിലിറ്റി ഉറപ്പാക്കുക. 5 വർഷത്തെ പ്രൊജക്ട് ആണ്. 2026 വരെ ഇത് നീട്ടിയിട്ടുണ്ട്. 2025-26 കാലഘട്ടങ്ങളിലേക്ക് കൂടിയിട്ട് ഈ ഒരു പ്രൊജക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോ ഇന്ത്യയിലെ ഒരു പ്രൊജക്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ വെച്ച് അവസാനിച്ച എല്ലാ കാര്യങ്ങളും ഇല്ല. ഇവിടെ ഇന്നത്തെ ന്യൂസിന്റെ സെക്കൻഡ് പോർഷനിൽ നിങ്ങൾക്ക് ഗ്ലോബൽ എക്സാമ്പിളുകൾ, അതായത് ഇന്ത്യയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും എന്താണ് നമ്മളുടെ IUCN-ഉം അങ്ങനെയുള്ള ഡിഫറെന്റ് ഓർഗനൈസേഷനുകൾ നടത്തുന്ന ദെൻ ഗ്രീൻ എന്താണ് നമ്മളുടെ എന്ത് ഫെസിലിറ്റിയാണ്, പേര് മറന്നുപോയി, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതായത് നമ്മൾ ഫണ്ടുകൾ കൊടുക്കുന്നതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഐ ഫോർഗോട്ട് ദ നെയിം. ഓക്കെ, സോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലെ ഇൻവെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കുറച്ച് എക്സാമ്പിൾ കൂടി ആഡ് ചെയ്യണം. പ്രധാനമായിട്ടും 3 എക്സാമ്പിൾ. അതായത് ഈ ബേ ഓഫ് ബംഗാൾ ലാർജ് മറൈൻ എക്കോസിസ്റ്റം പ്രൊജക്ട് എന്ന് പറയുന്ന പ്രൊജക്ട് ഉറപ്പിച്ചോ സിവിൽ സർവീസിൽ ഡെയിലി ന്യൂസ് അനാലിസിസ് വായിക്കാത്ത, അതായത് ഡെയിലി പത്രം വായിക്കാത്ത ഒരാൾക്ക് കിട്ടില്ല. കാരണം എന്താണ്? നിങ്ങൾ എന്താണ് ബേ ഓഫ് ബംഗാൾ ലാർജ് മറൈൻ എക്കോസിസ്റ്റം പ്രൊജക്ട് UPSC എന്ന് പറയുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കിയേ, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് അത് കാണിക്കുന്നുണ്ടോ? ചില വെബ്സൈറ്റുകൾ ഒഴിച്ച്, 1-2 വെബ്സൈറ്റുകൾ ഒഴിച്ച് നമ്മളൊരു എന്താണ് COP29 UPSC എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന റിസൾട്ടിന്റെ അത്രയും UPSC സ്പെസിഫിക് റിസൾട്ടുകൾ കാണില്ല. കാരണം എന്താണ്? ഇതൊക്കെ എമേർജിംഗ് ആയിട്ട് വരുന്ന പ്രൊജക്ടുകളെ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് പ്രൊജക്ട് നിങ്ങൾക്ക് എഴുതേണ്ട ഒരു പ്രൊജക്ട് ബേ ഓഫ് ബംഗാൾ ലാർജ് മറൈൻ എക്കോസിസ്റ്റം പ്രൊജക്ട്. ബേ ഓഫ് ബംഗാൾ ആണ് എന്ത് വരുന്നേ? ബേ ഓഫ് ബംഗാൾ ആണ് 7% ഓഫ് ദ ഗ്ലോബൽ മറൈൻ ഫിഷറീസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ,
ബേ ഓഫ് ബംഗാൾ. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രൊജക്ട് അല്ല. ബേ ഓഫ് ബംഗാളിന് തീരത്ത് കിടക്കുന്ന പല രാജ്യങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. അവിടെ എന്തിനു വേണ്ടിയിട്ട്? സസ്റ്റൈനബിലിറ്റി ഉറപ്പാക്കാനായിട്ട് വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്താണ്? എന്താണ് അവിടുത്തെ ആളുകൾക്ക് ലൈവ്ലിഹുഡ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു സസ്റ്റൈനബിലിറ്റി എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക ബേ ഓഫ് ബംഗാളിലെ. അവിടെ മനുഷ്യനും മത്സ്യങ്ങളും ഒരുമിച്ച് അധിവസിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുക എന്നുള്ള ഒരു രീതിയിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ വിത്ത് ഗ്രീൻ ഡെവലപ്മെന്റ് ഫെസിലിറ്റി. ഗ്രീൻ ഡെവലപ്മെന്റ് ഫെസിലിറ്റി ആണ്, എന്തോ ഒരു ഫെസിലിറ്റിയുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതുമാത്രമല്ല, വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യുന്നത് നോആഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ദെൻ IUCN ഇതിൽ പാർട്ടാണ്. സോ ഇന്ത്യയിലെ ഫിഷറീസുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ടിന് വേൾഡ് ഫണ്ടിങ്ങൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ ആന്ധ്രാപ്രദേശില് എന്താണ്? ആന്ധ്രാപ്രദേശില് നമ്മളുടെ ഈ ക്ലൈമറ്റ് റിസൈലന്റ് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്, സസ്റ്റൈനബിൾ ക്ലൈമറ്റ് റിസൈലന്റ് അക്വാകൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് കൂടിയിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ബേ ഓഫ് ബംഗാൾ ലാർജ് ലാർജ് മറൈൻ എക്കോസിസ്റ്റം പ്രൊജക്ട് പറഞ്ഞു. ദെൻ ടെക്നിക്കൽ സപ്പോർട്ടുകൾ, ടെക്നിക്കൽ കോർപ്പറേഷൻ പ്രോഗ്രാം ഇൻ ഫിഷിംഗ് പോർട്ടുകൾ. അതായത് ഫിഷിംഗ് പോർട്ടുകൾ ബിൽഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ കേരളത്തില് വിഴിഞ്ഞം പോർട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയേ? മുതലപ്പുഴി അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടായിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന ചില പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെട്ടായിരുന്നു. സോ അങ്ങനെ ഒരു സസ്റ്റൈനബിൾ പ്രൊജക്ട് പോർട്ടുകൾ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ എന്താണ്? ടെക്നിക്കൽ കോർപ്പറേഷൻസ് വേണം. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി മാത്രമല്ല, ഒരു ജിയോളജിക്കൽ ടെക്നോളജി മാത്രമല്ല, ഒരു മറൈൻ ടെക്നോളജി കൂടിയിട്ട് നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിക്കൽ കോർപ്പറേഷൻസുകളും നമ്മളുടെ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ കാണണം. അതിൽ പെർട്ടിക്കുലർലി ബേ ഓഫ് ബംഗാൾ ലാർജ് മറൈൻ എക്കോസിസ്റ്റം പ്രൊജക്ട്. ദെൻ ആന്ധ്രാപ്രദേശിലുള്ളത് പലരും എഴുതും. കാരണം എന്താണ്? ആന്ധ്രാപ്രദേശിലുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. ദെൻ എനിക്ക് നിങ്ങൾ മറക്കാത്തൊരു കാര്യം BOBLME എന്ന് പറയുന്ന പ്രൊജക്ട് ആണ്. അത് ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുക. പകരം എന്തിലും എഴുതാം. ഇന്ത്യ ASEAN റിലേഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ് വരുമ്പോൾ, ഇന്ത്യ മ്യാൻമർ റിലേഷൻസ് വരുമ്പോൾ, ഇങ്ങനെ ബേ ഓഫ് ബംഗാളിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എക്സാമ്പിൾ ആയിട്ട് ഇത് വോട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. സോ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ദെൻ മറ്റൊരു വാർത്ത ഈസ് റിലേറ്റഡ് ടു എന്താണ്? കുനോ നാഷണൽ പാർക്സ്. അതായത് ചീറ്റകൾ എന്താണ് പ്രസവിച്ചു എന്നതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. അപ്പൊ കുനോ നാഷണൽ പാർക്ക് അറിയാത്തവർക്ക് അതൊന്ന് പരിചയപ്പെടുത്താം എന്ന് കൂടിയിട്ട് ആലോചിച്ചു. കുനോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ എവിടെയാണ്? മധ്യപ്രദേശിലെ ടോപ്പില് ഇരിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് നമ്മളുടെ കുനോ നാഷണൽ പാർക്ക്. നമ്മളുടെ ചീറ്റ റീഇൻട്രൊഡക്ഷൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കയിൽ നിന്നുള്ള ചീറ്റാസിനെ നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കുനോ നാഷണൽ പാർക്കിലാണ്. ഈ കുനോ നാഷണൽ പാർക്കിന്റെ ഉള്ളിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, കുനോ നദി. ആ നദിയുടെ പേരിലാണ് ഈ നാഷണൽ പാർക്കിന് ആ പേര് കിട്ടിയത്. ഓക്കെ. സോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ സൈലന്റ് വാലിയിലൂടെ ഉള്ളിലൂടെ ഒഴുകി പോകുന്ന നദിയുടെ പേര് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുന്തിപ്പുഴ എന്നൊക്കെ ഉള്ള കേസുകളൊക്കെ എന്താണ് എക്സാമ്പിളുകളൊക്കെ ആയിട്ട് UPSC തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. വേഴ്സ്റ്റ് കേസുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ദെൻ ഇത് കൂടാതെ വേറെ എന്തൊക്കെ വാർത്തകൾ ഇന്നത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു? ഈ പേജിൽ തന്നെ COPയുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മളുടെ കോൺഫറൻസ് ഓഫ് പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. സോ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഒന്ന് എൻഡ് ചെയ്യട്ടെ, അതിനുശേഷം ടോട്ടലി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു അനാലിസിസ് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സബ്മിറ്റ് ഉടനെ എൻഡ് ചെയ്യും. അതിനുശേഷം അതിന്റെ ടോട്ടൽ ഇൻഫറൻസസുകൾ എന്താണെന്നത് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു അനാലിസിസ് നിങ്ങൾക്ക് തരാം. ദെൻ മേജർലി വാർത്ത ഉണ്ടായിരുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 200, 201മായി ബന്ധപ്പെട്ടിട്ട് ഉള്ള നമ്മുടെ റെസ്പോൺസ് ആണ്. സുപ്രീം കോടതിയുടെ റെസ്പോൺസുമായി ബന്ധപ്പെട്ടിട്ടാണ് മേജർലി വാർത്ത ഉണ്ടായിരുന്നത്. സോ ആ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ നാഷണൽ ഫിഷറീസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ. GS3 ഉപകാരപ്പെടുന്ന ന്യൂസ് ആണിത്.
എന്ത് വന്നാലും ആ ഒരു എക്സാമ്പിളുകൾ നിങ്ങളൊന്ന് മനപ്പാടാക്കുക, അതൊന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക, പിന്നെ കാണാനായിട്ട്. അതായത് നമ്മൾ ഇപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നു പോകും. അടുത്ത ന്യൂസുകൾ വരുന്നു, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പഠിച്ചു പോകുമ്പോൾ അത് മറന്നു വരും. നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആകുന്നത് മെയിൻസിന് വേണ്ടിയിട്ടാണ്. സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു വാട്സപ്പിൽ യുവിൽ തന്നെ ആഡ് ചെയ്ത് വെച്ചേക്കുക, മറൈൻ GS3യുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന എക്സാമ്പിളുകൾ. അല്ലെങ്കിൽ വാട്സപ്പിൽ ഇറ്റ്സെൽഫ് നിങ്ങൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, മെയിൻസ് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മെയിൻസ് പോയിന്റ്സ് ടു റീകോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേരൊക്കെ കൊടുത്തൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ സാധനങ്ങൾ തന്നെ ആഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് യൂസ് ചെയ്യാനായിട്ട്, പിന്നീട് നിങ്ങൾക്ക് അത് എഴുതി നോക്കാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ.